ചങ്ങായിമാരെ ഇനി നമുക്ക് ഒരു രക്ഷയില്ല. കാരണം ഉണ്ടല്ല, കേരളം ഇനി BJP പിടിക്കും. അതിനുവേണ്ടി BJP ഉണ്ടല്ല അവരുടെ തുരുമ്പിച്ചിട്ടയ പാലക്കലമ്മായി ലിസ്ദ പാലക്കലമ്മയെ രംഗത്തിറക്കിയ വിവരമുണ്ടല്ല വളരെ സങ്കടത്തോടു കൂടി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലുണ്ടല്ല നമ്മൾ ലിസ്ദ പാലക്കലമ്മയ്ക്ക് ചെറിയ വ്യത്യാസത്തിൽ നേരിയ വ്യത്യാസത്തിലാണ് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടത് കേട്ടാ. ആ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെട്ടിട്ട് പൊട്ടിക്കറിഞ്ഞ നമ്മൾ ലിസ്ദ പാലക്കലമ്മയോട് അവിടെയുള്ള ആൾക്കാർ എന്താ പറഞ്ഞതറിയാ? പാലക്കലമ്മായി നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 5 വോട്ട് കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ കാശ് നമ്മൾ തിരിച്ചു തരുമെന്നായിരുന്നു. അതായത് പാലക്കലമ്മായിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് പോലും വോട്ട് കിട്ടിയില്ല. അന്ന് നമ്മളെ പാലക്കലമ്മായി പൊട്ടിക്കരഞ്ഞോട് ഒരു ശബ്ദം ചെയ്ത് അടുത്ത ഇലക്ഷനിൽ കേരളത്തിലെ BJPയുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും ഞാൻ കെട്ടിവെച്ച കാശ് കൊടുക്കാതെ പൊട്ടിക്കുമെന്ന്. അതായത് പാലക്കലമ്മായി ഇലക്ഷനിൽ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിയ ശേഷം ചില ആൾക്കാരുണ്ടല്ല രഹസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാലക്കലമ്മായിക്കുണ്ടല്ല പാലക്കലമ്മായിനെ സ്ഥാനാർത്ഥിയെ വിളിച്ച BJPക്കാരല്ലേ അവര് പോലും വോട്ട് ചെയ്തിട്ടാണ്. അതായത് BJPക്കാർ തന്നെ നമ്മളെ പാലക്കലമ്മായി ചതിച്ചു. പക്ഷെ ആ സങ്കടങ്ങളും വേദനകളും ചതികളൊക്കെ മറന്നുകൊണ്ട് പാലക്കലമ്മായി BJP വിജയിപ്പിക്കാൻ വേണ്ടി ഇന്നലെ ഒരു വീഡിയോ ചെയ്ത് ആ വീഡിയോയെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. നമുക്ക് എന്തായാലും പാലക്കലമ്മായി ഇന്നലെ പറഞ്ഞ മനോഹരമായ പൊട്ടത്തരങ്ങൾ കുറച്ച് കേട്ടിട്ട് വന്നാലോ? എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇലക്ഷനൊക്കെ അടുത്ത് വരുന്നല്ലേ അല്ലെ? എന്തൊക്കെയുണ്ട് ഇലക്ഷൻ വർക്കൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി. ഞങ്ങളിപ്പോ വോട്ട് ചോദിച്ച് അതായത് നമ്മൾ BJPക്കാർ വോട്ട് ചോദിച്ച് ഓരോ വീടുകളിൽ പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും പോസിറ്റീവായിട്ട് തന്തക്ക് വിളി കേൾക്കുക തള്ളക്ക് വിളി കേൾക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതാണ് നമ്മൾ പാലക്കലമ്മ ഇപ്പൊ പറഞ്ഞ പോസിറ്റീവ് കാര്യം. അതായത് പാലക്കലമ്മ സംഖ്യകൾ വോട്ട് ചെയ്യിച്ച് ഓരോ വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിലുള്ളവരുണ്ടല്ല ഇവരെ തന്തക്കും തള്ളക്കും വിളിക്കും. അപ്പൊ നമ്മളെ പാലക്കലമ്മ സംഖ്യയുണ്ടല്ല ചിരിച്ചുകൊണ്ട് പോസിറ്റീവായിട്ട് ആ തന്തക്കും തള്ളക്കും വിളിയുണ്ടല്ല അത് കേൾക്കും. അതാണ് പാലക്കലമ്മയുടെ പോസിറ്റീവ് കാര്യം. പിന്നെ മറ്റു ചില വീടുകളുണ്ടല്ല അതിനും പോസിറ്റീവായ കാര്യങ്ങളാണ്. കാരണം ഇവരെ കാണുമ്പോഴല്ല ദൂരത്ത് തന്നെ ആ വീട്ടിലുള്ള ആണുങ്ങളുണ്ടല്ല അവർ ഉടുത്ത തുണി ഇങ്ങനെ കാണിക്കും. അതായത് പൊക്കണോ വേണ്ടയോന്ന്. അപ്പം തന്നെ പാലക്കലമ്മ പറയും വേണ്ട, പോസിറ്റീവായിട്ട് പറയും വേണ്ട, നമ്മൾ അങ്ങോട്ട് വോട്ടും ചോദിച്ച് വരുന്നില്ലാന്ന് ഒറ്റ പറച്ചിലാണ്. ഇതാണ് നമ്മുടെ പാലക്കലമ്മ ഇപ്പം പറഞ്ഞ പോസിറ്റീവായ കാര്യങ്ങൾ. നമുക്ക് പാലക്കലമ്മയുടെ അടുത്ത പോസിറ്റീവായ പൊട്ടത്തരങ്ങൾ കേട്ടിട്ട് വന്നല്ലോ. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് BJP വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അതായത് BJPയെ വിശ്വസിക്കാൻ തുടങ്ങിയ ജനങ്ങള്, BJP എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയ ജനങ്ങള്. അതാവണം ഇപ്രാവശ്യത്തെ ഇലക്ഷൻ. കാരണം ധർമ്മടം പഞ്ചായത്ത് എന്ന് പറഞ്ഞ പിണറായി വിജയന്റെ മണ്ഡലത്തില് അവിടെ എന്താ അവസ്ഥ? ഒരു കക്കൂസ് പോലും ഉണ്ടാക്കാൻ പറ്റാത്ത നമ്മുടെ മന്ത്രിയാണ് പാവപ്പെട്ട ആൾക്കാർക്ക്. ഇനിയിപ്പം പറയാം നരേന്ദ്രമോദിയല്ലേ ചെയ്യേണ്ടെന്നൊക്കെ പറയും അല്ലെ? അതാണ് വ്യത്യാസം. എന്റെ നമ്മളെ പാലക്കലമ്മായിക്ക് സംഖ്യ കണ്ടില്ല കക്കൂസ് വിട്ട ഒരു കളിയില്ലട്ടാ. കുറുക്കൻ ചത്താലും കണ്ണ് കോയിക്കുട്ടിൽ എന്ന് പറയില്ലേ, അതുപോലെയാണ് സംഖ്യയുടെ കണ്ണുണ്ടല്ല എപ്പോഴും കക്കൂസ് തന്നെ. എന്റെ പാലക്കലമ്മായി നിങ്ങളുണ്ടല്ല കേരളത്തിൽ കക്കൂസ് നിർമ്മിക്കാന്ന് പറ്റി ഇങ്ങോട്ട് വരണ്ട. നിങ്ങളുണ്ടല്ല കേരളത്തിൽ ഒരുപാട് പൈസ കൊണ്ടുപോയിട്ടുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ കക്കൂസ് നിർമ്മിക്കാന്ന് പറ്റി അവിടെ ഉണ്ടല്ല അവർക്ക് കൃത്യമായിട്ടൊന്ന് കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുവോ? കാരണം ഉണ്ടല്ല വിദേശത്ത് നിന്ന് വരുന്ന ടൂറിസ്റ്റുകളില്ലേ അവർ വരുമ്പോ കാണുന്നത് എന്താ പറയാ, ഉത്തരേന്ത്യയിൽ റെയിൽവേ ട്രാക്കിലുണ്ടല്ല നിങ്ങളെ സംഖ്യയിലുണ്ടല്ല ജപാന കുഷ്കിതുണ്ടല്ല അത് കാണിച്ചുകൊണ്ട് കാഷ്ടിക്കുന്നതാണ് വിദേശത്ത് വരുന്ന ടൂറിസ്റ്റുകളില്ലേ അവർ കാണുന്നത്. അവരുണ്ടല്ലോ ആ സംഭവം വീഡിയോ ആയിട്ട് എടുത്തിട്ട് അവരുടെ നാട്ടിൽ തിരിച്ചു പോയിട്ടാകുമ്പോ ആ വീഡിയോ ഉണ്ടല്ലോ പുറത്തുവിടും. അതോടുകൂടി നമ്മുടെ നാടുണ്ടല്ലോ നാറിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പാലക്കലമ്മായി നാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളെ വിദേശത്തുള്ള ഇന്ത്യക്കാരല്ലേ അവര് വരെ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നാറിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മലയാളികളുണ്ടല്ല കേരളക്കാർ 1-2 രൂപയുണ്ടല്ല ഇനിയും വേണമെങ്കിൽ പെട്രോളും ഡീസലും അധികം തരാം. അവർക്കൊരു ഒരു നല്ല കക്കൂസ് നിർമ്മിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് പറ വിദേശികൾ വരുമ്പോഴെങ്കിലും അവരെ മുന്നിലെങ്കിലും അവരുടെ കുജാല കുണ്ടലുണ്ടല്ല അത് കാണിക്കാതിരിക്കാൻ അവരോട് പറ. നമുക്ക് പാലക്കലമ്മയുടെ അടുത്ത മനോഹരമായ ഡയലോഗും കൂടി കേട്ടിട്ട് വന്നാലോ? അപ്പൊ എനിക്കുള്ള എല്ലാ പ്രിയ വോട്ടർമാരോടും കണ്ണൂർ ജില്ലയിലുള്ള എല്ലാ പ്രിയ വോട്ടർമാരോടും ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ ഇപ്രാവശ്യം NDAക്ക് വോട്ട് കൊടുക്കുക, NDA വിജയിപ്പിക്കുക, BJPയെ വിജയിപ്പിക്കുക. എന്നിട്ട് നിങ്ങൾ ഭരണം എന്താണെന്ന് കണ്ടുപിടിക്കുക. നിങ്ങൾ ഇടതിനും വലതിനുമാണല്ലോ നിങ്ങൾ കൊടുക്കാറ്, മാറി ഇടതിനും വലതിനും കൊടുക്കുക. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പ്രാവശ്യം ഒരു ചാൻസ് നിങ്ങൾ BJPക്ക് കൊടുക്കുക. അവർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ 5 വർഷം കൊണ്ട് അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് അവരെ പഠിക്കുക. അതിനുശേഷം കുറ്റം പറയുക. അതിലേ വേണ്ടത്. അല്ലാതെ നമ്മളിവിടെ ഒന്നും ആയിട്ടില്ല ആകുന്നതിന് മുന്നേ നിങ്ങളിങ്ങനെ പറയുന്നത് ശരിയാണ് സുഹൃത്തുക്കളെ? അല്ല. വോട്ട് ഫോർ NDA, വോട്ട് ഫോർ BJPയെ ജയിപ്പിക്കുക. ഓക്കെ, നമസ്തേ. പാലക്കലമ്മയുടെ എന്ത് നല്ല മനോഹരമായ നടക്കാത്ത സ്വപ്നം
വോട്ട് ഫോർ സംഘി വോട്ട് ഫോർ സംഘി നടന്നു തന്നെ സ്വപ്നം കണ്ടിരുന്നു പാലക്കലമ്മായി. പിന്നെ നമ്മളെ പാലക്കലമ്മായി പറഞ്ഞ ഒരു പ്രധാന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച, അതായത് നിങ്ങളുടെ ഇതുവരെ BJPക്ക് കേരളത്തിന് ഭരണം കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാണ്ട് നിങ്ങൾ എങ്ങനെയാണ് BJP ഇങ്ങനെ കുറ്റം പറഞ്ഞത്? അത് ശരിയല്ലല്ലോ. പാലക്കലമ്മായി നിങ്ങൾ ആ പറഞ്ഞ കാര്യം ഉണ്ടല്ല, അത് വളരെ ശരിയാണ്. പാലക്കലമ്മായിക്ക് ഒരു കാര്യം അറിയോ, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ അല്ലേ, അത് നിങ്ങൾ BJP കണ്ടില്ല. നിങ്ങൾ BJPക്ക് വന്നിട്ട് 3 മാസമായിട്ടുള്ളൂ, വെറും 3 മാസം. ആ 3 മാസം കൊണ്ടിട്ടുള്ള നിങ്ങൾ BJPക്കാർ തിരുവനന്തപുരം എങ്ങനെയൊക്കെ നാട്ടിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നാട്ടിച്ച്. അതായത് ആറ്റുകാൽ പൊങ്കാലയില്ലേ, ഇതുവരെ കേരള ചരിത്രത്തിൽ ഇതുവരെ ഇത്രയും മോശമായ രീതിയിൽ അവിടെ സംഘടിപ്പിച്ചിട്ടില്ല. അത്രയും മോശമായിട്ടാണ് നിങ്ങളെ സംഘിൽ അവിടെ ആറ്റുകാൽ പൊങ്കാല നടത്തിച്ചത്. അതായത് നമ്മളെ പൊങ്കാലയിലുണ്ടല്ല, നിങ്ങൾ സംഘികൾ കൂടിയിട്ട് ആകെ നാട്ടിച്ച്. അതുകൊണ്ട് നിങ്ങൾ സംഖ്യകൾ കേരളത്തിൽ വന്നെങ്കിൽ കേരളം നാറുമെന്നതിന് ഇതിലും വലിയ തെളിവ് വേറെ വേണ്ടല്ലോ. അതൊക്കെ പോട്ടെ, പൊങ്കാലൊക്കെ ഉണ്ടല്ല, പൊങ്കാലയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരാളുണ്ടല്ല, ഒരു സ്ത്രീ മരണപ്പെട്ട്, അതും നിങ്ങളുടെ ഭരണത്തിൽ. അതുകൊണ്ടല്ല നിങ്ങൾ ഭയങ്കരമായ ഒരു സംഭവമായിട്ട് കൊണ്ടു നടന്നു കേട്ടാ. പിന്നെ പാലക്കാട് വേറൊരു കാര്യം പറഞ്ഞു, നിങ്ങളെ ഭരണം മോശമാണെങ്കിൽ നിങ്ങൾ അങ്ങ് ഇറക്കി വിട്ടോന്ന്. അത് നടന്നു തന്നെ. ഒരു പ്രാവശ്യം നിങ്ങൾ കയറി കഴിഞ്ഞാല് പിന്നെ നിങ്ങൾ ഇറക്കി വിടാൻ പറ്റി. അത് പടച്ചമില്ലേ, പടച്ച തമ്പുരാൻ വിചാരിച്ചാൽ നടക്കില്ല എന്റെ പാലക്കലമ്മായി. അതിന്റെ സാധനങ്ങളുണ്ടല്ല, അതിന്റെ സാധനം മൊത്തം നിങ്ങളെ കയ്യിലുണ്ട്. കാരണം നമ്മൾ മലയാളികളുണ്ടല്ല കൃത്യമായിട്ട് കാണുന്നുണ്ട്, നിങ്ങൾ എവിടെയൊക്കെ ഭരണത്തിൽ കയറിയിട്ടുണ്ടോ അവിടുത്തെ ജനങ്ങൾ വിചാരിച്ച പോലും നിങ്ങൾ ഇറക്കി വിടാൻ പറ്റാത്തത് നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്. പിന്നെ പാലക്കലമ്മായി പറഞ്ഞ് നിങ്ങളെ BJPക്കാരാ നമ്മൾ ഇന്ത്യക്കാർ പഠിക്കണമെന്ന്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് നമ്മൾ ഓരോ ഇന്ത്യക്കാരനുണ്ടല്ല നിങ്ങളെ BJPക്കാരാ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, പ്രാഗി പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ വേറൊരു മനോഹരമായ കാര്യം എന്താ പറയാ, ഇന്ന് നമ്മളെ മൂത്തജി വന്നപ്പോഴല്ല, മൂത്തജിയുടെ സ്റ്റേജിൽ ചെണ്ട കൊട്ടി, അടിപൊളിയായിട്ട് ചെണ്ട കൊട്ടി. ഇത്രയും കാലം നമ്മളെ കേരളത്തിൽ ഉണ്ടല്ല, കേരളത്തിലാണ് ചെണ്ടയായിട്ട് മൂത്തജി കൊട്ടാറുണ്ടായിരുന്നത്. ഇന്ന് ആദ്യമായിട്ട് ചെണ്ട തന്നെ കൊട്ടി. എന്തൊരു മാറ്റാണല്ലേ മൂത്തജിക്ക്, എന്തൊരു മാറ്റം. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ കേരള എന്നുള്ള കേരളത്തിന്റെ പേരുണ്ടല്ല കേരളം എന്നാക്കി. ഇന്റെ എന്താണ് നമ്മളെ കേരളത്തിന് വേണ്ടത്? ഇപ്രാവശ്യം സ്റ്റേജിൽ ചെണ്ടയും കൊട്ടി. ഇനി കേരളത്തിന് വേറൊന്നും വേണ്ടല്ലോ, അടിപൊളി. ഇനി എന്തായാലും പാലക്കലമായി നിങ്ങളെ കേന്ദ്രം ഉണ്ടല്ല, നമ്മളെ കേരളത്തിന് എന്തൊക്കെയാ തരുമെന്നറിയാം. ആമമുട്ട, ആനമുട്ട, കോഴിമുട്ട ഇത്യാദി മുട്ടകളല്ലേ. അതുകൊണ്ട് നമ്മൾ കേരളം ഉണ്ടല്ല തിരിച്ച് നിങ്ങളെ കേന്ദ്രത്തിന്, അതായത് നിങ്ങളെ BJPക്ക് എന്താണ് തരാൻ പോകുന്നറിയാം? മുട്ട. ഈ ഇലക്ഷൻ ഉണ്ടല്ല നല്ല മുട്ട തരും. ആ മുട്ട കൊണ്ടുപോയിട്ടുണ്ടല്ല പുഴുങ്ങി തിന്ന നിങ്ങൾ. അതുകൊണ്ട് ദയവേത് നമ്മൾ മലയാളികൾ ഇപ്രാവശ്യം BJPക്ക് തരുന്ന ആ മുട്ടയില്ലേ, ആ മുട്ട കണ്ട് നിങ്ങൾ BJPക്കാരെ തൃപ്തിപ്പെടണം കേട്ടോ. പിന്നെ പാലക്കലമായി നിങ്ങൾ സങ്കടപ്പെടണ്ട, നിങ്ങളുടെ ശബ്ദമില്ലേ, ആ ശബ്ദം പോലെ തന്നെ നിങ്ങൾ കുറെ സംഖ്യയില്ലേ, കുറെ BJPക്കാരാ നമ്മൾ കെട്ടിവെച്ച കാശ് പോലും കൊടുക്കാതെ പൊട്ടിച്ചിരിക്കും. പാലക്കലമ്മയുടെ ശബ്ദമില്ലേ, ആ ശബ്ദം നമ്മൾ പാലിച്ചിരിക്കും. നമ്മളെ പാലക്കലമ്മ ഒപ്പം നിന്ന് ചതിച്ച സംഖ്യകളെ നിങ്ങൾ ഈ നമ്മളെ പാലക്കലമ്മായി ഒപ്പം നിന്നിട്ട് ചതിച്ചിരിക്കും. അപ്പൊ കഴിഞ്ഞ ഇലക്ഷന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാതെ പൊട്ടിയ പാലക്കലമ്മയ്ക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.